I left something back in Albuquerque. Maybe it was pride or just my name. The highway doesn't ask for explanations. It just takes you where you need to go. ഇതെൻ്റെ ആത്മഹത്യക്കുറിപ്പാണ്. എൻ്റെ മരണത്തിന് ഉത്തരവാദി ഈ സമൂഹമാണ്. ചെറിയ രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന എന്നെ ഒരു കഞ്ചാവോളിയും ഒരു തികഞ്ഞ പെണ്ണുപിടിയനുമാക്കി ഈ സമൂഹം മാറ്റി. തെറ്റൊന്നും ചെയ്യാതിരുന്നിട്ട് കേൾക്കേണ്ട വഴിയെല്ലാം ഞാൻ കേട്ടു. ഇനി എനിക്കൊന്നും സഹിക്കാൻ വയ്യ. പൂക്കിയായിട്ടുള്ള എൻ്റെ കാമുകി വേറൊരു പെണ്ണായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിണങ്ങുന്ന എൻ്റെ കാമുകി ഞാനൊരു പെണ്ണുപിടിയനാണെന്ന് നാട്ടുകാർ പറഞ്ഞു വരുത്തി വല്ലതും അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കതുകൂടി സഹിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എന്ന് സ്വന്തം ബാബു. Said I'm married to the open road. There's a truth in every woman's accusation, but I can't stop moving when I'm afraid to land. Out here with the dust and gasoline, running from a life I couldn't keep. The sky forgives what the earth won't forget. I'm just another ghost. The wind let it go. അയ്യേ, മരിച്ചത്തില്ലേ? കയ്യിലെ കാശും പോയി, നാശം പിടിക്കാനൊക്കെ. ഇപ്പൊ ചാവാനെന്തോ വഴി? ഇതൊരുമാതിരി കോണാത്തിലെ പരിപാടിയായി പോയി. പണ്ടാലം ഉള്ള കുളിയലൂടെ വാരിക്കിട്ട് വേറെ ഒരുമാതിരി ആവുന്നു. അയ്യോ, മോനെ ബാ, മോനെ മോനെ ബാ, ബാബു മോനെ, മോനെ ബാബു ബാ, മോനെ ബാ, ബാ മോനെ, മോനെ ബാബു. നീ പേടിച്ചാ? അപ്പാപ്പന്റെ പൊന്നു മോൻ, കള്ള പിളയാടി മോൻ. മോനെ വാ മോനെ. എന്തിനാ മോനെ പേടിക്കുന്നേ? ഞാൻ എന്റെ അപ്പാപ്പനല്ലേ. ഇപ്പോഴും നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? വാ കാണിച്ചാ. എങ്ങോട്ട് പോണേ? പോയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഇരിക്കണേ. നിന്നെ ഇത്ര നേരമായിട്ട് എന്തിനാണ് എങ്ങനെ വിളിക്കാത്തത്? നിക്കേ ഒരു മിനിറ്റ്. ഇതെന്തോ സെൽഫോണാ? ഹെൽഫോൺ. ഹെൽഫോണാ? ബിസി ആണെന്ന് തോന്നുന്നു. മിക്കവാറും അങ്ങേർക്ക് മൾട്ടി ഓർഡർ അടിച്ചു വന്നു. ആർക്ക്? കാലന്. കാലിനോ? അല്ല, നിന്റെ കോലിന്. സംഭവം അങ്ങനെ വരുന്ന സുഖിയെ കാര്യങ്ങൾ ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
സോ സിമ്പിൾ, നീ ചത്ത്. അപ്പൊ പിന്നെ ഞാനിവിടെ ഇരിക്കുന്നത് എന്തുവാ? നിന്നെ കണക്കിന് എനിക്ക് ഇവിടെ വന്നപ്പോ ഒന്നും മനസ്സിലായില്ല. അപ്പുറത്തോട്ട് ദാശയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്ത് തന്നു. അപ്പൊ ദാക്ഷാഗ്നി നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത് നീ അറിയണ്ട. ആനക്കാര്യത്തിനിടയിലാണ് ചേനക്കാര്യം. സംഭവം നീ ചത്ത്. ഇപ്പൊ ഈ ഇരിക്കുന്നത് നിന്റെ ആത്മാവ്. നീ എത്തിപ്പെടുന്ന സ്ഥലമാണ് നരകം. ആത്മാവാ? അതിന് ആത്മാവ് തേങ്ങൊന്നും ഇല്ലാത്തതാണല്ലേ? അത് നിന്നെ പോലെ എത്തിച്ചു ഫുഡ് അവൾക്ക്. നീ ഇപ്പൊ ചത്തില്ലേ? നീ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിപ്പൂലേ? ഇതിനും വലിയ തെളിവ് വേണോ? പക്ഷെ നിങ്ങളുടെ പുരാണത്തിൽ ഈ നരകം എന്നൊക്കെ പറഞ്ഞ ഈ തിളച്ച എണ്ണയിൽ മുക്കിയെടുക്കുന്ന പരിപാടിയില്ലേ? ഈ ഭീകര അന്തരീക്ഷം ഇല്ലേ അതൊക്കെ? ഇതാണോ നരകം? അതൊക്കെ ഏതോ ഒരുത്ത തള്ളിമറിച്ച് വെച്ചേക്കുന്നതല്ലേ. ഇതാണ് മോനെ റിയാലിറ്റി. അപ്പൊ സംഗതി നിനക്ക് ഏകദേശം മനസ്സിലായ സ്ഥിതിക്ക് പരിപാടി അങ്ങോട്ട് തുടങ്ങാം. നിങ്ങൾ എന്തിനാണ് തല്ലിയേ? തല്ലിയത് നിനക്ക് എന്തിനാന്ന് അറിയണോടാ കാട്ടപരാധി. പറഞ്ഞു തരാടാ. നിന്റെ ഈ റൂം, അതായത് പണ്ടത്തെ എന്റെ റൂം എങ്ങനെ കിടന്ന നിനക്ക് അറിയാമോടാ? ഫ്ലാഷ് ബാക്ക്. എനിക്ക് കിട്ടാൻ എന്റെ റൂമാ. കള്ളക്കളവൻ ഒറ്റയ്ക്ക് സൂഹിക്കുന്ന. നല്ല വട്ടം. റൂമിലല്ലേ കയറിയിരിക്കുന്നേ? റൂമിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ റൂമിൽ കയറണമെന്ന്. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ പുരസ്കാരം. ഞാൻ ചത്ത് 16 തികയുന്നതിന് മുമ്പ് നീ ആ റൂമിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടിയത് നിനക്ക് ഓർമ്മയുണ്ടോടാ? കിളവൻ ചത്ത്. ഇനിയും എന്തുവാ? മിലിറ്ററി നീട്ടിയ കോട്ട പോലും വേണമെന്ന് വെച്ചാ ഞാൻ ആ എന്റെ റൂമിനകത്താ നീ കുടിച്ച് കൂത്താടിയത്. അതെല്ലാം ഞാൻ അങ്ങ് പോട്ടെന്ന് നോക്കും. ഞാൻ ചത്തന്റെ സിമ്പതി വെച്ച് നീ കാണിച്ചുട്ടിയ കോപ്രായങ്ങൾ അതിനെ മറക്കത്തില്ല. എടി അപ്പം പോയടി. എന്റെ ജീവനായിരുന്നു. സാരമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കെന്റെ അപ്പം നീ കരയാതെ. നീ കരഞ്ഞാ പ്രശ്നം തീരുമോ? ആണെങ്കിൽ നാളെ നമുക്ക് പുറത്തു പോയാലോ? പോവാം. നീ ഓക്കെ ആണോ? ആ ഞാൻ ഓക്കെയാ. നീ വിഷമിക്കണ്ട. എന്നാ ഞാൻ വെക്കട്ടെ? വെച്ചോ. കേളവൻ ചത്തെങ്കിലും അവനെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. നോടനെ പോയി. എന്റെ പേര് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ട്
എന്തൊക്കെ കടപ്പാടാ നീ കാണിച്ചത്? കിടില ഒരു വെച്ച് 2 കമന്റ് ഇട്ടേക്കാം. അയക്കളവന്റെ വർക്കില്ലേ ഐഡി കിടക്കട്ടെ. ഇള കാമക്കരടി, എന്റെ ബോധം ഇതിനോടാ ഈ കഴിവേറത്തരം കാണിക്കുന്നത്. എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ പുരസ്കാരത്തിന് മണ്ടയില് നീ ചട്ടി കൂടെ കേട്ടില്ലേടാ. അയ്യോ അപ്പൂപ്പ, അയ്യോ ഓണാറി. എന്റെ പുരസ്കാരം കിട്ടിയ പാട്ട്. ഇത്രയും നാൾ ഇതൊക്കെ കണ്ട് ക്ഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് നീ എന്റെ കൈപ്പാങ്ങിനെ വന്ന് കിട്ടിയത്. മാവാണെ കൊല്ലാമ വിടാൻ മാട്ടെ. അതിന് ഞാൻ ഓൾറെഡി ചത്തില്ലികളവാ. നിന്റെ ആത്മാവിനെ ഞാൻ കൊല്ലും. ജീവിച്ചിരുന്നോ മനസ്സമാനം കിടന്നുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്താ. ഇനിയുള്ള കാലം നിങ്ങളോട് ജീവിക്കാണെന്ന് എന്നെ കൊണ്ട് പറ്റത്തില്ല. നീ എന്നെ സഹിച്ചേ പറ്റൂ. നീ ഇവിടെ കഴിഞ്ഞേ പറ്റൂ. ജീവിച്ചിരുന്നോ 18 വയസ്സ് വരെ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. എന്തിനു പറയുന്നു? സ്വന്തമായിട്ട് റൂം പോലും ഇല്ലായിരുന്നു. നിങ്ങൾ ചത്ത ശേഷം എനിക്ക് റൂം വരെ കിട്ടിയത്. അങ്ങനെ ജീവിതം അങ്ങോട്ട് ആസ്വദിച്ചു തുടങ്ങിയപ്പോഴാ നാട്ടുകാരനെ പറ്റി ഇല്ലാതിനും പറഞ്ഞ് സ്വകമായിട്ട് നാണം കെട്ടാൻ ആത്മഹത്യ ചെയ്താ. ഇനി നിങ്ങളെ കൂടെ എനിക്ക് ഇവിടെ കെട്ടിക്കിടക്കാൻ മനസ്സില്ല. ഞാൻ പോവാ. മോനെ നീല തെക്കെടുത്ത ബാബുല്ലേടാ മോനെ? നീ വല്ലാണ്ടങ്ങ് മെലിഞ്ഞല്ലോടാ. എങ്ങനെയെന്ന ചെറുക്കനാ വെളുത്തത് കൊടുത്ത് തക്കാളിപ്പഴം പോലെ. ഇപ്പൊ വല്ലാണ്ടങ്ങ് കോലം കൊട്ടുപോലോടാ മോനെ. എനിക്ക് ആലോചിച്ചിട്ട് സങ്കടം വരുവാ. അല്ല, നിനക്ക് ജോലി വല്ലതും ആയായിരുന്നു? നോക്കുന്നുണ്ട്. നോക്കുന്നു. നല്ല ജോലി മേടിച്ച് നല്ല പോലെ ജീവിക്കണം. അമ്മമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവും. അല്ല, മോനിപ്പ എങ്ങോട്ട് പോവാ? അപ്പുറത്ത് കട വരെ പോവാ. ശരി ശരി ശരി, നോക്കിയൊക്കെ പോണേ മോനെ. നമ്മുടെ തെക്കേടുത്ത ബാബു ഇല്ലയോ? കഞ്ചാവാ. ഒരുമാതിരി മെലിഞ്ഞുണങ്ങി പേക്കൊല ചെറുക്കൻ. ഇവിടെ ആരൊക്കെയോ വന്നു പോകുന്നുണ്ട്. ആണാണോ പെണ്ണാണോ ആർക്കറിയാം. ഇന്നത്തെ കാലത്ത് അങ്ങനൊന്നും ഇല്ലല്ലോ. കൊച്ചേട്ടാ, നമ്മുടെ തെക്കേടുത്ത ബാബുപോനില്ലയോ? അവൻ കഞ്ചാവാണെന്ന്. ഒരുമാതിരി അടിച്ച് കിറിഞ്ഞ് പേക്കോല ചെറുക്കൻ. അവിടെ ആരൊക്കെയോ വന്നു പോകുന്നുണ്ടെന്ന്. ആണാണോ പെണ്ണാണോ ആർക്കറിയാം. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാനെന്ന് പറഞ്ഞ കാര്യം കൊച്ചേട്ട ആരോട് പറയാനൊന്നും നിൽക്കണം. നീ ഇപ്പോഴാന്ന് പറഞ്ഞാ എന്നേ അറിഞ്ഞ കാര്യം ഇത്. കൊച്ചേട്ടാ നില്ല്. എന്തുവാ കൊച്ചേട്ടാ, ബാബുമോൻ അല്ലാതെ വീട്ടിൽ വേറെ ആരും ഇല്ലയോ? ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ആ ചെറുക്കന്റെ അച്ഛനും അമ്മയൊക്കെ എന്തിയെ? അവരൊക്കെ അങ്ങ് പുറത്താ. ആണോ? അപ്പൊ കൊച്ചേട്ട ഇല്ലാത്ത സമയത്ത് കൊറേ പെമ്പിള്ളാറെ ശബ്ദം അതിനകത്തുനിന്ന് കേൾക്കുന്നതോ? പെമ്പിള്ളാരോ? ഞാൻ വിചാരിച്ച ആ കൊച്ചന്റെ അച്ഛനും അമ്മയും വല്ലതും ആയിരിക്കണം. ഇതിപ്പോ പിന്നെ ആരാ? ഞാൻ ഇല്ലാത്ത നേരത്തെ എന്റെ വീട്ടിൽ പെണ്ണുങ്ങളോ? അപ്പൂപ്പ ചെരുപ്പോ കള്ള കഴുകി. മോനെ, നീ എപ്പോ വന്ന? ഇവരെന്തോ ഇവിടെ? ദീർഘായുസിന്റെ പൂജ്യം കഴിഞ്ഞ് തിരിച്ചുള്ള വഴിക്ക് അവർ അറ്റാക്ക് വന്ന് ചത്ത വീണെന്ന് ഇവിടെ എന്റെ കൂടെ. നീ എങ്ങനെയാടാ മക്കളെ ചത്തേ? അത് ഇന്നലെ ഉള്ള ഗുളിക കൊത്ത് വരുന്ന ആത്മഹത്യ ചെയ്തതാ. എങ്ങനെ നടന്ന ചെറുക്കനാ? നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ കൊച്ചനെ? കള്ള കൂത്താട്ടി കളവി. നിങ്ങളോട് കാരണം ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേ. എടാ മോനെ, ഞാൻ എന്നെ ചെയ്തെന്നാ? ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങൾ എന്നെ കുറിച്ച് എന്തൊക്കെ അപവാദങ്ങളെ പറഞ്ഞു വരുത്തിയേ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അന്നേ നിങ്ങളെ ഞാൻ ഒങ്ങി വെച്ചതാ. അപ്പോഴത്തെ നിങ്ങൾ തട്ടിപ്പോയി. ആത്മാവെങ്കിൽ ആത്മാവ് തള്ളേ. ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. ഇതെന്തോന്ന് കിണ്ടി? നരകത്തിൽ കുറെ റൂൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതിൽ ഒന്നാമത്തെ റൂളാണ് ഇത്.
മരിച്ചവർക്ക് എല്ലാവർക്കും ഓരോരോ അതിർത്തിയുണ്ട്. ആ അതിർത്തി വിട്ട് ആർക്കും പുറത്തു പോകാൻ പറ്റത്തില്ല. ഞാൻ ചത്തത് ഇവിടെ ആയതുകൊണ്ട് എന്റെ അതിർത്തി ഇവിടെ, മോൻ ചത്തത് അവിടെ ആയതുകൊണ്ട് മോന്റെ അതിർത്തി അവിടെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ലേ, പക്ഷെ എനിക്ക് മോനെ കാണാം. ഇതെന്തോ ഇത്? വീട് വിട്ട് പുറത്തു പോകാൻ പറ്റത്തില്ല, അതിർത്തി വിട്ട് പുറത്തു പോകാൻ പറ്റത്തില്ല. ഇനിയുള്ള കാലം തൊഴിലാളികളെ കൂടെ സഹി ജീവിക്കണമെന്ന് വെച്ചാ എനിക്ക് പറ്റത്തില്ല. മയിര് മരിക്കണ്ടായിരുന്നു. ദൈവമേ, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ സമ്മതിക്കുവോ? നീ അത് എത്തിച്ചില്ലോടാ, അതിനെന്തോടുള്ള പ്രസക്തി? ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അവിടെ എന്തോ അടി ഒരു ബഹളം? അയ്യോ കൊച്ചേട്ടാ, അത് നമ്മുടെ ബാബുമോൻ ഇന്ന് മരിച്ചു വന്നതാ. ബാബുമോനാ? അതിനവന് പ്രായാധികാരിയല്ലേ? എങ്ങനെയാ മരിച്ചേ? എങ്ങനെയാ മരിച്ചേ? എനിക്ക് പറഞ്ഞുതരാം. അപ്പോൾ കഞ്ചാവല്ലായിരുന്നാ, മറ്റേ കള്ളം കൂമ്പും എല്ലാം പോയി. ഇന്ന് രാവിലെയാണ് അവൻ ചത്തത്. ഞാൻ അവനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ നല്ലതായിരുന്നല്ലേ. ഇതൊക്കെ എപ്പോ തുടങ്ങി? മക്കളെ, എന്തിനാണോ ഈ കഴുപ്പത്രങ്ങളെല്ലാം കാണിക്കാൻ നിൽക്കുന്നത് വെറുതെ? അവരിനെ കുറിച്ച് എന്തോ പറഞ്ഞേ? കൊള്ള എന്നാ പറഞ്ഞത്? ഇപ്പൊ പുതുതായിട്ട് ഒരാൾ ചത്തു വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെ മൊത്തം അറിയിക്കണമെന്നല്ലേ പ്രമാണം. പിന്നെ നീ എന്തിനാ ഇവിടെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പോയി ആ ശാരദാക്കയുടെ അടുത്തൊക്കെ കാര്യം പറ. ഞാൻ പോയി ദിവാകരന്റെ അടുത്തൊക്കെ. ആ ശരി ശരി. കൊച്ചേട്ടാ, വൈകുന്നേരം കാണാവേ. വൈകിട്ടോണം. അയ്യോ അയ്യോ, അവര് പറയുന്നത് വിശ്വസിക്കല്ലേ. ഈ പരലോകത്തും പരദൂഷണം പറത്തിലാണ് അവരുടെ പണി. എന്താ വിചാരിച്ച്? അയ്യോ, എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയും തിരിച്ചു പോകണം. ഇക്കടേ ഒരു മിനിറ്റ്. കാണണ്ട, നിങ്ങൾ എവിടാ? വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ഒന്നും പറയണ്ടേ, 2 മൾട്ടി ഓർഡർ അടിച്ച് ഞാൻ എന്റെ പുറയിലായിരുന്നു. നീ എന്തിനാ വിളിച്ചേ? കൊച്ചുമോൻ നിൽക്കണം, നിങ്ങൾ അവളെ കാണാൻ വരുന്നില്ലേ? ഏത് മറ്റേ ഗുളിക അടിച്ച കേസാണ്? സംഭവം ചത്തിട്ടില്ലടേ. അവന് ആ ഗുളിക അടിച്ചതിന്റെ വെപ്രാളത്തിൽ അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തേടി. ഇനി അവൻ മരിക്കാൻ 20 മിനിറ്റ് സമയം കൂടുണ്ട്. അത്രയും നേരം അവന്റെ ആത്മാവ് അവിടെല്ലാം ചുറ്റിപ്പറ്റി കാണും. അവൻ രക്ഷപ്പെടുവോ? എവിടുന്ന് രക്ഷോടെ? 20 മിനിറ്റ് അല്ലേ ഉള്ളൂ. അതിനുള്ളിൽ വിഷം മൊത്തം ഉള്ളിൽ ചെന്നിട്ട് അവൻ ചത്തു പോവടേ. നീ പേടിക്കണ്ട. അവൻ ചാവണം. എനിക്ക് വേറെ കുറച്ച് തിരക്കുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ശരി. ഓക്കെ. എന്തോ ആരാ വിളിച്ചേ? അത് കാലേ. എന്തോ പറഞ്ഞേ? സംഭവം ചാവ 20 മിനിറ്റ് ബാക്കിയുണ്ട്. നീ അതിനു മുമ്പ് രക്ഷപ്പെടുന്ന എന്റെ പേടി. അപ്പൊ അതിനു മുന്നേ ഞാൻ രക്ഷപ്പെട്ടാ എനിക്ക് ഇവിടെ തിരിച്ചു പോകാൻ പറ്റുമോ? പറ്റും. അയ്യോ, അപ്പൊ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. രക്ഷിക്കടാ. നീ പറയണ ഒന്നും കേക്കത്തില്ല. തുറക്കടാ ഒന്ന്. ഉറങ്ങുമല്ലടാ, അകത്ത് ചത്ത് കിടക്കോടാ ഞാൻ. പൊളിച്ചാലോ? പൊളിക്കടാ, പൊളിക്ക്. കഥ തുറന്ന് അകത്ത് കയറാ ഒന്ന്. പോവല്ലേടാ, ഒന്ന് കേറിട്ട് പോടാ. പോവല്ലേ? ഗോപു, ഇവന്താ ഇവിടെ? നോറി പലവളുമാരെ കിനാവുകൊണ്ട് കടക്കുമായിരുന്നു പട്ടിറ്റണ്ടി. ഞാൻ ഇതെങ്ങനെ സഹിക്കും? ഗോപു പോസ് എന്ന് പറയുന്ന ഇൻസ്റ്റയുടെ പാസ്വേഡ് വരെ ഞാൻ തന്നില്ലയോ? എന്നിട്ട് ഒരാൾക്കും ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല. രാജേഷ് എത്ര വട്ടം എനിക്ക് മെസ്സേജ് ഇട്ടു, ഞാൻ ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുത്തു. അങ്ങനെ പതിവ്രതയായിട്ടിരുന്നേ ഞാൻ. എന്നിട്ട് ഒരുത്തോളം ഒന്ന് മെസ്സേജ് ഇട്ടപ്പോ ഹായ് ഇട്ടേക്കുന്നു. അത് ഒരു ഹായ് അല്ലല്ലോ, 2 ഹായ്. അതാ എനിക്ക് സഹിക്കാൻ പറ്റാന്ന്. ഞാൻ ഇനി എന്തോ ചെയ്യും? പരാതി പറയാതെ എന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കടി. നിനക്കതിൽ എന്തോ പറയാനുള്ളേ? ബാബു, എടാ വഞ്ചകോ, ബാബു, എടാ ബാബു, 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 അയ്യോ, ആംബുലൻസ്!
ഗോപു ഗോപു ഞാൻ രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ട് ഞാനാ മാവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ. ഞാൻ ഇവിടെ വന്നപ്പോ അവ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. അവിടെ കൊണ്ടുപോയപ്പോ മാവയ്ക്ക് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു. മാവ വരുന്ന വഴി മൊത്തം ബോധം കെട്ടി കിടക്കുമായിരുന്നു. എന്താ പറ്റിയ മാവയ്ക്ക്? നീ അറിയാതെ മെഹയ്ക്ക് ഞാൻ 2 മെസ്സേജ് അയച്ച് ചെയ്ത തെറ്റാന്നറിയാം. അതിന്റെ കുറ്റബോധത്തില ഞാൻ ആത്മഹത്യ ചെയ്തേ. അയ്യോ പാവ ആത്മഹത്യ ചെയ്തോ? നിനക്ക് വേണ്ടി. പൊന്നെ. അയ്യോ 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 എത്രയൊക്കെ ദുരിതം അനുഭവിച്ചാലും ആത്മഹത്യ നീക്കുന്നില്ല, ജീവിച്ചിരിക്കുന്നത് തന്നെയാ. അയ്യോ മോനെ